ബാങ്കിംഗ് മേഖലയിൽ ജോലി നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവർക്ക് മനസ്സിൽ കുളിര് പെയ്യുന്ന ഒരു വാർത്തയാണ് IBPS ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2024 IBPS നോട്ടിഫിക്കേഷൻ പരമ്പരകളുടെ തുടക്കമായി RRB 2024 നോട്ടിഫിക്കേഷൻ IBPS പുറത്തുവിട്ടിരിക്കുന്നു. ഈ IBPS പരീക്ഷകളുടെ ശൃംഖലകൾ ആരംഭിക്കുന്നത് സാധാരണഗതിയിൽ RRB നോട്ടിഫിക്കേഷനോടുകൂടിയാണ്. നോട്ടിഫിക്കേഷനിൽ ഇന്ത്യയിലുടനീളമുള്ള വിവിധ ഗ്രാമീണ ബാങ്കുകളിലെ വേക്കൻസികളിലേക്ക്, അത് ഓഫീസർ വേക്കൻസി ആയാലും ശരി, ക്ലറിക്കൽ വേക്കൻസി ആയാലും ശരി, നിയമനം നടത്തുവാനുള്ള ഒരു രൂപരേഖയാണ് IBPS പുറത്തുവിടുന്നത്. ഇത്തവണത്തെ IBPS നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട മേഖലകൾ എങ്ങനെയാണ്, പരീക്ഷകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയുമായി ഈ വീഡിയോയുടെ അവസാനം വരെ കാണുന്നവർക്ക് തിരിച്ചു പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കാണുക എന്നുള്ളത് ബാങ്ക് പരീക്ഷ ഒരു വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. നോട്ടിഫിക്കേഷനാണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നോട്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ പേജാണ്. ബാങ്ക് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ തീർച്ചയായും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം തുടക്കമാണിത്. CRP RRB 13 സീസണിലെ നോട്ടിഫിക്കേഷനാണ്. കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് for recruitment of officers scale 1, 2 and 3 and office assistants multipurpose in regional rural banks. Regional rural banks എന്നാൽ ഗ്രാമീണ ബാങ്കുകൾ എന്ന് നമുക്ക് തർജ്ജമ ചെയ്യാം. ഗ്രാമീണ ബാങ്കുകളിലേക്കുള്ള നിയമനം IBPS നടത്തുന്നു. അതുപോലെ തന്നെയാണ് പൊതുമേഖലാ ബാങ്കുകളിലേക്കുള്ള നിയമനം നടത്തുന്നത്. IBPS പൊതുമേഖലാ ബാങ്കുകളിലേക്ക് നടത്തുന്ന നോട്ടിഫിക്കേഷനുകൾ, അത് നിയമനത്തിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനുകൾ അടുത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കുക. ആദ്യം നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നമ്മൾക്ക് ഈ നോട്ടിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേജുകളിലൊന്നാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് പറഞ്ഞിരുന്ന ആദ്യത്തെ പേജ്. അതൊന്ന് കാണാം. പ്രധാനപ്പെട്ട ഡേറ്റുകൾ: ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻക്ലൂഡിംഗ് എഡിറ്റ് മോഡിഫിക്കേഷൻ ഓഫ് അപ്ലിക്കേഷൻ ബൈ കാൻഡിഡേറ്റ്സ് പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ 7/6/2024 മുതൽ 27/6/2024 വരെയുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും സമയം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവസാന ഡേറ്റിന് അപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ IBPSൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നൽകുന്ന ചില ആനുകൂല്യങ്ങൾ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുവാനും കറക്റ്റ് ചെയ്യാനും മറ്റുമുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ പോകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പിന്നീട് ബാക്കിയുള്ള ഡേറ്റുകൾ നോക്കുമ്പോൾ വ്യക്തമാകും. നമുക്ക് അടുത്ത ഡേറ്റിലേക്ക് നോക്കാം. പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ, ഇൻറ്റിമേഷൻ ചാർജ് എക്സെട്ര ഓൺലൈൻ 7/6 മുതൽ 27/6 വരെ. ഈ ഡേറ്റുകൾ ഒരേ ഡേറ്റുകളാണെന്നുള്ളത് ഓർക്കുക. ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റേഴ്സ് ഫോർ പ്രീ എക്സാം ട്രെയിനിങ് ആവശ്യപ്പെടുന്നവർക്ക്, അതായത് IBPS ഇതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ട്രെയിനിങ് ആവശ്യമുള്ളവർക്ക്, അതായത് വേറെ ട്രെയിനിങ്ങുകളൊന്നും ലഭിക്കാത്ത, കോച്ചിങ് കിട്ടാത്ത ആൾക്കാർക്ക് ഒരുപക്ഷെ ചെറിയൊരു മാർഗ്ഗരേഖ കിട്ടുമായിരിക്കും. അതിനുള്ള സംവിധാനം അവർ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഈ എക്സാം ട്രെയിനിങ്ങിനുള്ള കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നത് ജൂലൈ 24-ലും അതിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് ഈ 22/7/2024 മുതൽ 27/7/2024 വരെയുള്ള ചുരുങ്ങിയ കാലഘട്ടത്തിലുമാണ്. 5 ദിവസം കൊണ്ട് ട്രെയിനിങ് ചെയ്യുമെന്നാണ് പറയുന്നത്. ബാങ്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, 5 ദിവസം കൊണ്ട് ബാങ്ക് പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുടെ 2 ഘട്ടങ്ങൾ കടന്നു പോകാൻ ആവശ്യമായ വിജ്ഞാനമൊന്നും ആർജിച്ചെടുക്കുവാനോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഇമ്പാർട്ട് ചെയ്യാനോ അസാധ്യമാണ്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ 5 ദിവസങ്ങൾ ഉപകരിക്കുമായിരിക്കും. ഓക്കെ, ഇനി ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റേഴ്സ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി. IBPS പരീക്ഷയ്ക്ക് പ്രിലിമിനറി പരീക്ഷയുമുണ്ട്, മെയിൻ പരീക്ഷയുമുണ്ട്. ആദ്യത്തെ ഘട്ടം പ്രിലിമിനറിയാണ്. അപ്പോൾ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള കോൾ ലെറ്ററുകൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡൗൺലോഡ് ചെയ്യാം. പ്രിലിമിനറി ഓൺലൈൻ എക്സാമിനേഷൻ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ് ഓഗസ്റ്റ് 2024 എന്ന് പറയുന്നു. ഓഗസ്റ്റ് 2024 ഒരു പക്ഷേ 2ാമത്തെ ആഴ്ചയോ 3ാമത്തെ ആഴ്ചയോ ഇങ്ങനെ ഏത് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും IBPS ഇപ്പോൾ പറയുന്നില്ല, അത് പിന്നീട് അറിയിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഓഗസ്റ്റിൽ നടന്നാൽ പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ 2024 തന്നെ പുറത്തുവിടുന്നതാണ്. പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്നവർക്ക് ആ റിസൾട്ട് വന്നാൽ അതിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മെയിൻ എക്സാമിനേഷൻ നടത്തും. ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റർ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ ഓർ സിംഗിൾ എന്ന് പറയാൻ കാരണം ഇതിൽ ചില പോസ്റ്റുകൾ, അതായത് ഓഫീസർ ഗ്രേഡിലുള്ള സ്കെയിൽ 2, 3 അങ്ങനെയൊക്കെയുള്ള ഓഫീസർ, അതിനൊക്കെ സിംഗിൾ എക്സാമിനേഷൻ നടത്താറുണ്ട്. അതിൻ്റെയും ഡേറ്റ് സെപ്റ്റംബർ 2024 പറഞ്ഞിരിക്കുന്നത്. അതായത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ പ്രിലിംസിൻ്റെ റിസൾട്ട് വരും. മെയിൻസ് പരീക്ഷ സെപ്റ്റംബർ മാസം നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ ഓൺലൈൻ മെയിൻ അല്ലെങ്കിൽ സിംഗിൾ എക്സാമിനേഷൻ നടക്കുക സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി ഈ പരീക്ഷകൾ തീരുമെന്നുള്ളത് ഓർക്കണം. ഒക്ടോബർ മാസത്തോടു കൂടി ഇവിടെ പ്രിലിംസും കഴിഞ്ഞു, മെയിൻസും കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു.
ഓക്കെ. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് മെയിൻ പരീക്ഷയുടെ അല്ലെങ്കിൽ സിംഗിൾ പരീക്ഷ നടത്തുന്ന ഓഫീസർ സ്കെയിൽ 1, 2, 3 എന്നിവയ്ക്കാണ്. അതിൻ്റെ ഒക്ടോബർ 2024 മെയിൻ പരീക്ഷയുടെ റിസൾട്ട് വരും. ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റേഴ്സ്, മെയിൻ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ ആണ്. ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റേഴ്സ് ഫോർ ഇൻ്റർവ്യൂ ഫോർ ഓഫീസർ സ്കെയിൽ 1 and 3 നവംബർ 2024. അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ 2024. അതുപോലെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, അതായത് അലോട്ട്മെൻറ്റ് ഫോർ ഓഫീസേഴ്സ്, അതായത് റിസൾട്ട് വരിക എന്ന് പറയാം. റിസൾട്ട് വരുന്നത് ഫൈനൽ പരീക്ഷ ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. അതേസമയത്ത് ക്ലറിക്കൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ 2 മെയിൻ എക്സാമിനേഷനും പിന്നെ റീജിയണൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റും കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് വരുന്നത് ജനുവരി 2025. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ തുടങ്ങിയാൽ അടുത്ത ജനുവരി ആകുമ്പോഴത്തേക്കും നമ്മൾക്കൊരു ഓഫീസർ ആകാനുള്ള ഒരു സാധ്യത നൽകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് IBPS RRB നോട്ടിഫിക്കേഷൻ. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എല്ലാം നോക്കി വെക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തു നിൽക്കരുത്. ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തു നിൽക്കുന്നത് അപകടകരമാണ്. അത് അനാസ്ഥയ്ക്ക് തുല്യമായിരിക്കും. ചിലപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റാത്ത രീതിയിൽ അവസരങ്ങൾ നഷ്ടമാകുന്ന ചില തെറ്റുകൾ ഉണ്ടാകാനിടയുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ്റെ ഒരു പൂർണ്ണമായ വായന ഇപ്പോൾ സാധ്യമല്ലെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റിലൂടെ നമുക്ക് പെട്ടെന്ന് പോകാം. ഒന്ന്, ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളിൽ അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നോട്ടിഫിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിക്കുന്നുണ്ട്. An eligible candidate who aspires to join any of the regional rural banks listed in Table A. ഇതിന് ടേബിൾ എയിൽ ഏതൊക്കെ ബാങ്കുകളുണ്ട് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് എ ഓഫീസർ സ്കെയിൽ 1, 2 and 3 ആൻഡ് ഗ്രൂപ്പ് ബി ഓഫീസ് അസിസ്റ്റൻസ് മൾട്ടിപർപ്പസ് മസ്റ്റ് രജിസ്റ്റർ ഫോർ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് CRP. ഇപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ ഈ പ്രോസസ്സ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് അത് പറഞ്ഞിട്ടില്ലെങ്കിലും ജോലി കിട്ടാൻ അത് മാത്രമേ മാർഗ്ഗമുള്ളൂ. എന്നാലും നിയമപരമായിട്ട് പറയേണ്ടതുകൊണ്ട് അവർ പറഞ്ഞതേ ഉള്ളൂ. A candidate can apply for the post of office assistance and can apply ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ. ഒരാൾക്ക് തന്നെ ക്ലറിക്കൽ പോസ്റ്റിനും അതുപോലെ തന്നെ ഓഫീസർ പോസ്റ്റിനും അപേക്ഷിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹൗവർ എ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഓൺലി 1 പോസ്റ്റ് ഇൻ ഓഫീസേഴ്സ് കാഡർ, ദാറ്റ് ഈസ് ഫോർ ഓഫീസർ സ്കെയിൽ 1 ഓർ സ്കെയിൽ 2 ഓർ സ്കെയിൽ 3. അപ്പോൾ സ്കെയിൽ 1 ഓഫീസർ, 2 ഓഫീസർ, 3 ഓഫീസർ 3 കൂടി ഒരാൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ക്ലറിക്കൽ അപേക്ഷിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേതെങ്കിലും ഒരു ഓഫീസർ, നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കുന്നതും ജോലി കിട്ടാൻ നല്ല സാധ്യതയുള്ളതുമായ ഏതാണോ ഉള്ളത് അത് മാത്രം അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Candidates have to separately apply and pay fees, intimation charges for each post for which they apply. അതായത് രണ്ടിനും കൂടി ഒരു ഫീസല്ല, ഓരോ പോസ്റ്റിനും ഫീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം 2 പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാം. ഒന്ന് മൾട്ടിപർപ്പസ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം, അതുപോലെ ഏതെങ്കിലും ഒരു ഓഫീസർ പോസ്റ്റിനും അപേക്ഷിക്കാം. ഈ കാര്യം ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഏതൊക്കെ RRBs ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പോകണം, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാനുള്ള സമയം ഉണ്ടാവില്ല. ജസ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് RRBs ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കണ്ടുപോകാം. ആന്ധ്രാപ്രദേശ് ഗ്രാമീണ വികാസ് ബാങ്ക് മുതൽ അങ്ങനെ വരികയാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്ന് പറയുന്നത് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്കാണ്. മലപ്പുറം ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. അതിൻ്റെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് വരുന്ന റീജിയണൽ ലാംഗ്വേജാണ് മലയാളം കൊടുത്തിരിക്കുന്നത്. അത് മലയാളികൾക്ക്, കേരളക്കാർക്ക് വേണ്ടിയിട്ടല്ല അത് കൊടുത്തിരിക്കുന്നത്. മറ്റേതെങ്കിലും നാട്ടുകാർ ഈ റീജിയനിൽ അപേക്ഷിക്കുകയാണെങ്കിൽ അവർ ആ മലയാളം പരീക്ഷ പാസ്സാകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ്. അതുപോലെ നമ്മൾക്കും മറ്റേതെങ്കിലും പ്രദേശത്ത് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെ അപേക്ഷിക്കുന്നുവോ ആ പ്രത്യേക റീജിയനിലെ ലാംഗ്വേജ് ഏതാണോ അതിൽ ടെസ്റ്റ് പാസ്സാകേണ്ടി വരും. അത് പാസ്സായില്ലെങ്കിൽ ആ പോസ്റ്റിംഗ് നഷ്ടമായി പോകും. ഇങ്ങനെ ഇത്രയും 43ഓളം വിവിധ ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള പോസ്റ്റുകളിലേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. നമ്മൾ ഏത് ബാങ്കിൽ അപേക്ഷിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി പെട്ടെന്ന് തന്നെ എലിജിബിലിറ്റി, എന്തൊക്കെ യോഗ്യതകൾ വേണമെന്നുള്ളതിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോകാം. ഏതൊരു ഇന്ത്യൻ പരീക്ഷ നടക്കുമ്പോഴും ഉണ്ടാകുന്ന ഫസ്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി സിറ്റിസൺഷിപ്പാണ്. അതിൽ പ്രധാനമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കാനൊന്നുമില്ല. സിറ്റിസൺ ഓഫ് ഇന്ത്യ, സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ, സബ്ജക്റ്റ് ഓഫ് ഭൂട്ടാൻ ഓർ അങ്ങനെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തേത് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ പെടുന്നതുകൊണ്ട് നമുക്ക് അത് പൂർണ്ണമായും വായിക്കേണ്ടതില്ല. നാഷണാലിറ്റി അതാണ് പറയുന്നത്. പിന്നെ ഏജ്, ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏജ്, ക്ലറിക്കൽ പോസ്റ്റിൻ്റെ ഏജ് ബിറ്റ്വീൻ 18 years and 28 years എന്നാണ് പറയുന്നത്. 18 years and 28 years എന്ന് പറയുമ്പോൾ ഡേറ്റ്സ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ബോൺ ഏർലിയർ ദാൻ 2/6/1996. അതിൻ്റെ മുമ്പ് ജനിച്ചിട്ടുണ്ടാവരുത്,
അതേസമയത്ത് ഈ ഡേറ്റ് ഇൻക്ലൂസീവ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നോട്ട് ലേറ്റർ ദാൻ 1/6/2006, അതായത് 2/6/1906 ജനിച്ച ഒരാൾക്ക് അപേക്ഷിക്കാം. അതുപോലെ 1/6/2006 ജനിച്ച ആൾക്ക് അപേക്ഷിക്കാം. എന്നാൽ 2/6/1996 ശേഷം 6 മുമ്പ് ജനിച്ച ആൾക്കും അതുപോലെ തന്നെ 1/6/2006 ശേഷം ജനിച്ച ആൾക്കും അപേക്ഷിക്കാൻ പറ്റില്ല. അതൊരു ട്രിക്കി ക്ലോസ് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബോർഡർ ലൈനിലാണ് എങ്കിൽ ശ്രദ്ധിച്ചിട്ട് വേണം അപേക്ഷിക്കുക. ഇനി ഓഫീസർ സ്കെയിൽ 1, അതായത് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിന് 18 to 13 ഇയേഴ്സാണ്. ഇവിടെ 28 വരെ ആയിരുന്നു, ഇത് 30 ആയി. ഇവിടെയും 2 ഡേറ്റ്സ് പറയുന്നുണ്ട്. 3/6/1994, 31/5/2006. 3/6/1994 മുമ്പ് ജനിച്ചവരാകരുത്. അതുപോലെ തന്നെ 31/5/2006 ശേഷം ജനിച്ചവരാകരുത്. ഈ 2 ഡേറ്റിന് ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഓഫീസേഴ്സ് സ്കെയിൽ 2 അതുപോലെ സ്കെയിൽ 3 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും എക്സ്പീരിയൻസ് കൂടി ആവശ്യമുള്ള പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഏജ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ് എന്ന് പറയാം. ഓഫീസർ സ്കെയിൽ 2ന് 21-ൻ്റെയും 32-ൻ്റെയും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഓഫീസർ സ്കെയിൽ 3ക്ക് 21-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന് കാരണം അവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ഈ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ വേണ്ട എക്സ്പീരിയൻസ് കൂടി വരുമ്പോൾ ആ ഇയർ ഏകദേശം വരും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊരു സംഗതി വരുന്നത്. പിന്നെ മാക്സിമം ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ കിട്ടുന്നതിനെ പറ്റിയും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സാധാരണ സെൻട്രൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി വരുന്ന റിലാക്സേഷൻ എല്ലാം ഇതിലും അപ്ലിക്കബിളാണ്, സാധാരണ വരുന്നതാണ്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് 5 വർഷത്തെയും, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് OBC, നോൺ ക്രീമി ലെയറിൽ പെടുന്ന OBCക്കാർക്ക് 3 വർഷത്തെയും, പിന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി, അതായത് സാധാരണഗതിയിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് 10 വർഷത്തേക്ക്. അത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആ പ്രത്യേക ക്ലോസിൻ്റെ ആനുകൂല്യം കിട്ടാൻ സാധ്യതയുള്ള സുഹൃത്തുക്കൾ ആ പ്രത്യേക ഭാഗം നോക്കിയിട്ട് ആ യോഗ്യരാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യുക. പിന്നെ എക്സ് സർവീസ്മാൻ, ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ, ESM ആൻഡ് DESM അവർക്കും അതാത് കാര്യങ്ങൾ ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നോട്ടിഫിക്കേഷനിൽ ആ ഏരിയ വന്ന് നോക്കിയിട്ട് അവരുടെ എത്രമാത്രം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റുകൾക്കൊക്കെ അപേക്ഷിക്കുമ്പം ഈ റിലാക്സേഷൻ കിട്ടുന്നവർ വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ആനുകൂല്യമുണ്ട്. അത്തരം ഗ്രൂപ്പുകളിൽ പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആനുകൂല്യം ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമ്മളിപ്പം ഏജ് റിസർവേഷൻ പിന്നെ ഇത് പറഞ്ഞു. അപ്പം പിന്നെ ഇതിൽ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗൈഡ് ലൈൻസ് ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. ആ പ്രത്യേക കാറ്റഗറി പെടുന്ന ആൾക്കാർ മാത്രം ചെന്ന് നോക്കേണ്ട കുറേ ഏരിയാസ് ഉണ്ട്. നമ്മൾക്കതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊക്കെ പ്രധാനപ്പെട്ടതാവുന്നത് അതാത് വ്യക്തികൾക്കാണ്. എല്ലാവർക്കും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. നമുക്ക് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികളുണ്ട്. ആ ഒരു സംഗതിയിലേക്ക് പോകാം. ഒരു ക്ലോസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്കൊന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ വേണം എന്നുള്ളതിനെ പറ്റി എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. ഓഫീസ് അസിസ്റ്റൻറ്റ്, അതായത് ക്ലറിക്കൽ പോസ്റ്റിന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്, ഒരു റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട യൂണിവേഴ്സിറ്റിയോ തത്തുല്യമായൊരു ബോഡിയിൽ നിന്നാണ് ഡിഗ്രി വേണം. പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ആസ് പ്രിസ്ക്രൈബ് ബൈ ദ പാർട്ടിസിപ്പേറ്റിംഗ് RRB. നമ്മൾ ഏത് RRBയിലാണോ അപേക്ഷിക്കുന്നത്, ഏത് റീജിയനിലെ വേക്കൻസിക്കാണോ അപേക്ഷിക്കുന്നത്, അവിടുത്തെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, നേരത്തെ നമ്മൾ പറഞ്ഞു മലയാളം കേരളത്തിൽ എന്നതുപോലെ ഓരോ റീജിയനിലും പ്രത്യേക ലാംഗ്വേജ് ഉണ്ടാകും. ആ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടാവണം. പിന്നെ ഡിസൈറബിൾ, നല്ലതാണ് ഉണ്ടെങ്കിൽ വർക്കിംഗ് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ. ഒരുവിധം അത്യാവശ്യമൊക്കെ വർക്കിംഗ് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അതൊരു ടെസ്റ്റൊന്നും അവർ പറയുന്നില്ല. പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ്, ഇത് എല്ലാവർക്കും അപേക്ഷിക്കാൻ, ഡിഗ്രി ഉള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. പിന്നെ ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജർ എന്നുള്ള പോസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന. എന്തുകൊണ്ടാണ് എല്ലാവർക്കും പറ്റുന്നത് ഞാൻ എടുത്തു പറയുന്നത് വെച്ചാൽ, ഈ കോളം നോക്കിയാൽ അറിയാം. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്, നമുക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയതിന് ശേഷം ഉണ്ടായിരിക്കേണ്ട എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നുണ്ട്.
ക്ലറിക്കൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റിന് അത് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിനും അത് ആവശ്യമില്ല, എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപ്പോൾ കോളേജിൽ നിന്ന് പുറമേക്ക് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ മറ്റ് രീതിയിൽ യോഗ്യരാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്ന, കരിയറിന് ജീവിതത്തിൽ ഗ്രാജുവേഷനുടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ 2 പോസ്റ്റുകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ വരുന്നതും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വാലൻ്റ് ആണ്. പ്രിഫറൻസ് വിൽ ബി ഗിവൺ, പ്രിഫറൻസ് നൽകും ആർക്ക്? ടു ദ കാൻഡിഡേറ്റ്സ് ഹാവിംഗ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്ററിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, പിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെൻറ്റ്, ലോ, എക്കണോമിക്സ്, അക്കൗണ്ടൻസി തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു സാധാരണ ഡിഗ്രിക്കാരൻ ഇത് കണ്ട് പേടിക്കേണ്ടതില്ല. പ്രിഫറൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ തന്നെ അങ്ങ് എടുക്കുമെന്നൊന്നും അർത്ഥമില്ല. ഏതെങ്കിലും രീതിയിൽ ഒരേ രീതിയിൽ സെലക്ട് ചെയ്യപ്പെടേണ്ട 2 ആൾക്കാർ വരുമ്പോൾ ഒരാൾക്ക് അഗ്രികൾച്ചർ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ചെറിയൊരു പ്രിഫറൻസ് കൊടുക്കുമെന്നുള്ള രീതിയിൽ മാത്രം കാണുക. ഇത് നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയല്ല. റീജിയണൽ റൂറൽ ബാങ്കുകളായതുകൊണ്ട് റൂറൽ ഏരിയയിൽ ബാങ്കിങ്ങിനെ കുറച്ചുകൂടി ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ, പൊതുജനങ്ങളെ സഹായിക്കാൻ ഈ ക്വാളിഫിക്കേഷൻ ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു സംഗതി ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാരണ പോലെ RRBയിൽ പ്രധാനമാണ് പ്രൊവിഷൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ആസ് പ്രിസ്ക്രൈബ് ബൈ ദ പാർട്ടിസിപ്പേറ്റിംഗ് RRB. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് നോളജ്, ഇതാണ് വേണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അപേക്ഷിക്കാൻ പറ്റുന്ന 2 പോസ്റ്റുകൾ ഇതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിന് അപേക്ഷിക്കാം. പിന്നെ ഓഫീസർ പോസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിനെ അപേക്ഷിക്കാൻ പറ്റും. ഓഫീസർ പോസ്റ്റുകളിൽ സ്കെയിൽ 1 അപേക്ഷിക്കുക എന്നവർക്ക് 2ഓ 3ഓ പറ്റില്ല. അപ്പോൾ 2ഓ 3ഓ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഓഫീസർ സ്കെയിൽ 1 എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചകൾ ഒതുക്കി നിർത്തുന്നത്. ബാക്കിയുള്ളത് ഓഫീസർ സ്കെയിൽ 2 എന്ന് പറയുന്നത് 2 years as an officer in bank or financial institution after your qualification എന്ത് വേണം? എക്സ്പീരിയൻസ് വേണം. അതുപോലെ ഓഫീസർ സ്കെയിൽ 2-ന് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിന് 1 year വേണം. സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ ഒരു പ്രത്യേക പോസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ, IT ഓഫീസർ, അയാൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT അങ്ങനെയുള്ളതിൽ 50% മാർക്കോട് കൂടിയുള്ള ബിരുദമാണ് വേണ്ടത്. അപ്പോൾ IT ഓഫീസറായിട്ട് പോകേണ്ട ഒരാൾക്ക് അതിലൊരു 1 year എക്സ്പീരിയൻസ് വേണം. ഡിസൈറബിൾ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് പ്രോഗ്രാമിംഗ് മറ്റും പറഞ്ഞ് ASP, PHP, C++, ജാവ, വിഷ്വൽ ബേസിക്, VC, OCP തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ IT ഓഫീസർ ആകാൻ ക്വാളിഫൈഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതിൽ അപേക്ഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് അവിടെ നടക്കുന്ന കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്തുകൊണ്ട് ആ ചുരുങ്ങിയ പോസ്റ്റുകൾ നേടിയെടുക്കാനാണോ നിങ്ങൾക്ക് സാധ്യതയുള്ളത്, അതോ നേരത്തെ പറഞ്ഞ ജനറൽ ഓഫീസറിൽ മത്സരം നേരിട്ടുകൊണ്ട് കൂടുതൽ പോസ്റ്റുകൾ ഉള്ളത് നേടിയെടുക്കാനാണോ സാധ്യതയുള്ളതെന്ന് ശരിയായ രീതിയിൽ വിലയിരുത്തിയിട്ട് വേണം ഇതിൽ ഏത് ഓഫീസർ പോസ്റ്റിൽ വേണം അപേക്ഷിക്കുക എന്നുള്ളത് തീരുമാനിക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വരുന്നുണ്ട്. അതിൽ സർട്ടിഫൈഡ് അസോസിയേറ്റ് CA ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഓഫ് ഇന്ത്യ ആണ്. 1 year ആസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എക്സ്പീരിയൻസ് വേണം. അത് CA പാസ്സായ പോലെ 1 വർഷം എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ടാണ് ഏജ് കുറച്ചുകൂടി കൂടിയ ഏജ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ ലോ ഓഫീസർ വരുന്നത് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ലോ ഓർ ഇറ്റ്സ് എക്വാലൻറ്റ് വിത്ത് 50% മാർക്കാണ്. 2 years ആസ് എൻ അഡ്വക്കേറ്റ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ലോ ഓഫീസർ ഇൻ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും 2 വർഷത്തിൽ കുറയാതെ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷന് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും പറ്റുന്ന, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പുറമേ ഇറങ്ങിയിരിക്കുന്ന, എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ശേഷം ഇല്ലാത്ത എല്ലാവർക്കും പറ്റുന്ന, നമ്മളിപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷനിൽ കൺസിഡർ ചെയ്യാൻ പോകുന്ന 2 പോസ്റ്റുകൾ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസും ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജറുമാണ്. ഇനി നമ്മളിപ്പം ഗൈഡ് ലൈൻസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ ഒരു ട്രിക്കി ആയിട്ടുള്ള, ഈ നോട്ടിഫിക്കേഷനിലുള്ള ട്രിക്കി ആയിട്ടുള്ളൊരു സംഗതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് നോക്കുക. ഇതിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് ഹിസ്റ്ററി എന്നാണ്. അതായത് ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പോസിറ്റീവാണ്, നല്ലതാണ് എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു സാധ്യത ഇവിടെ പറയുന്നുണ്ട്. ദ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഷാൽ എൻഷുർ ദാറ്റ് ദേ മെയിൻറ്റെയിൻ എ ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി
അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ആർ ആർ ബിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നല്ല മാന്യമായൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണമെന്ന് കാൻഡിഡേറ്റ് ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട്. അതായത് ലോണും മറ്റും എടുത്ത് ബാങ്കിൽ തിരിച്ചടവില്ലാതെ അവിടെ അത് NPA-യിലേക്കും ബാഡ് ഡെറ്റിലേക്കും ഒക്കെ പോകാൻ കാരണക്കാരനായ ഒരാളെ ബാങ്ക് ചിലപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുത്തിയെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെയുള്ള ലോണുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൺസേൺഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ അടവ് നടത്തുന്നതിന് വേണ്ട റിലാക്സേഷനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അത് ചെയ്തിട്ടോ എന്തായാലും നിയമവിധേയമായിക്കൊണ്ട് ആ ലോണിൽ നിന്നും നമ്മൾ തിരിച്ചടവില്ലാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മോശം പേരില്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. The minimum credit score will be as per the policy of പാർട്ടിസിപ്പേറ്റിംഗ് RRBs. സിബിൽ സ്കോറൊക്കെ നോക്കുമെന്നുള്ള സൂചനയാണത്. അതായത് ഞങ്ങളുടെ ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി ഇത്ര മിനിമം ക്രെഡിറ്റ് സ്കോർ വേണം തീരുമാനിക്കാനുള്ളത് അതാത് RRBസിന് ഓരോ സമയത്തിനനുസരിച്ച് മാറുമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. Those candidates whose CIBIL status has not been updated before the date of joining have to either get CIBIL status updated or produce the NOCs from lender to the effect that there is no outstanding with respect to the accounts adversely reflected in the CIBIL, failing which the letter of offer shall be withdrawn or cancelled. അതായത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട് സിബിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതാത് ബാങ്കിൽ എവിടെ നിന്നാണോ ലോൺ എടുത്തിട്ടുള്ളത് ആ ബാങ്കിൽ നിന്നും ക്രെഡിറ്റ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒബ്ജക്ഷനൊന്നുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ കാൻഡിഡേറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് കൊടുക്കേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സാധാരണ രീതിയിൽ ലോണ് ഇപ്പോൾ സാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ട് ആവാം. ഇനി നമ്മൾ ക്രെഡിറ്റ് ഹിസ്റ്ററി പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫീ എന്താണെന്നുള്ളത് നോക്കുക. ആപ്ലിക്കേഷൻ ഫീയിൽ 2 ടൈപ്പ് ഓഫ് ഫീസാണുള്ളത്. ഓഫീസറിൻ്റെ ഓഫീസർ സ്കെയിൽ 1, 2, 3 GST അടക്കമാണ്. SC, ST പിന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നീ കാൻഡിഡേറ്റ്സിന് ആ ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിന് 175 രൂപയാണ്. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം 850 രൂപയാണ്. അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ അതിനും ഇതേ ഫീസ് തന്നെയാണ് ഇതേ കാറ്റഗറിക്ക് വരുന്നത്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ. എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് പ്രിലിംസ് പരീക്ഷയുടേതാണ്. അത് ആദ്യം ക്ലറിക്കൽ പരീക്ഷയുടേതും പിന്നീട് ഓഫീസർ പരീക്ഷയുടേതും നോക്കാം. ക്ലറിക്കൽ പരീക്ഷ 2 കാറ്റഗറിയാണുള്ളത്. റീസണിങ്, ന്യൂമറിക്കൽ അബിലിറ്റി 2 ടൈപ്പ് ടെസ്റ്റുകളാണ്. 40 ചോദ്യം വീതമാണ് രണ്ടിലും, 40 മാർക്ക് വീതം. ടോട്ടൽ സമയം 45 മിനിറ്റ്. അതായത് ഓരോ സെക്ഷനും വെവ്വേറെ സമയമെന്നോ ഒരു കൃത്യമായൊരു സമയമെന്ന് പറയുന്നില്ല. ഈ 2 ഭാഗങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ എത്രയേ ഉള്ളൂ? 2 ഭാഗങ്ങളിലൂടെ എഴുതാൻ 40 ചോദ്യങ്ങൾ വീതം എഴുതാൻ 45 മിനിറ്റ് ഉണ്ട്. അതായത് ടോട്ടൽ 80 ചോദ്യങ്ങൾ 45 മിനിറ്റ് കൊണ്ട് തീർത്താൽ മതി. അതായത് റീസണിങ്ങിൻ്റെ ചോദ്യത്തിന് ഇത്ര മിനിറ്റേ ഉള്ളൂ എന്നില്ല. റീസണിങ് നിങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സമയം കൂടി നമുക്ക് ന്യൂമറിക്കൽ അബിലിറ്റി ഉപയോഗിക്കാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ക്ലറിക്കൽ പ്രിലിംസിൻ്റെ കാര്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മറ്റ് പ്രിലിംസ് പരീക്ഷകൾ, ബാങ്കിങ് പ്രിലിംസ് പരീക്ഷകൾ, അത് SBI ക്ലറിക്കൽ പ്രിലിംസ് ആവട്ടെ, IBPS ക്ലറിക്കൽ പ്രിലിംസ് ആവട്ടെ, അതിനൊക്കെ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നൊരു സെക്ഷനോട് ഉണ്ടാവുമായിരുന്നു. ഇതിലതില്ല. അപ്പോൾ ഇതിൽ പ്രിലിംസിൽ എന്തില്ല? ഇംഗ്ലീഷില്ല. RRB എക്സാമിനേഷനിൽ പ്രിലിംസിലില്ല. ഇനി ഓഫീസർ സ്കെയിലും ഇതേ സംഗതിയാണ്. ഓഫീസർ സ്കെയിലിൽ നോക്കൂ, റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 2 സെക്ഷനുകളാണുള്ളത്. 40 ചോദ്യം വീതമാണ്, 40 മാർക്ക് വീതമാണ്. ടോട്ടൽ 80 ചോദ്യങ്ങളാണ്. ആകെ സമയം മൊത്തം 2 കൂടിയുള്ള സമയം കോമ്പോസിറ്റ് ടൈം 45 മിനിറ്റാണ്. അപ്പോൾ പ്രിലിംസും മെയിൻസും ഒരേ സ്ട്രക്ചറിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പ്രിലിംസ് ഫോർ ക്ലറിക്കലും പ്രിലിംസ് ഫോർ POയും ഒരേ ലെവലിലാണുള്ളത്, ഓഫീസറിലും ഒരേ ലെവലിലാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് സ്ട്രക്ചർ ഇങ്ങനെയാണ്: 40 ചോദ്യം വീതം റീസണിങ്ങിലും ന്യൂമറിക്കൽ അബിലിറ്റിയിലും, അതിന് മൊത്തത്തിൽ 45 മിനിറ്റ് സമയം, 80 മാർക്ക്. ഓഫീസറിലേക്ക് വരുമ്പോൾ ഈ ന്യൂമറിക്കൽ അബിലിറ്റി എന്നുള്ളതിൻ്റെ പേര് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് മാറുന്നു. 40 ചോദ്യം തന്നെ, 40 റീസണിങ്ങിൽ 40, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 40, ടോട്ടൽ 80 ചോദ്യങ്ങൾ, 40 മാർക്ക് വീതം, പിന്നെ സമയം 45 മിനിറ്റ്. പിന്നെ ഇതിലൊരു ചെറിയ കാര്യം പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
IBPSന് എന്തിനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്? IBPS റിസർവ്സ് ദ റൈറ്റ് ടു മേക്ക് ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് സെപ്പറേറ്റ് ഫോർ ഈച്ച് ടെസ്റ്റ്. വേണമെങ്കിൽ മൊത്തത്തിൽ ഇവിടെ കോമ്പോസിറ്റ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ ടെസ്റ്റിനും ഇത്ര സമയം എന്ന് ആക്കുവാനുള്ള ഒരു അതോറിറ്റിയും റൈറ്റും IBPS കയ്യിൽ വെക്കുന്നുണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 കാൻഡിഡേറ്റ്സ് 2 പോസ്റ്റുകളിലും, അതായത് ഓഫീസർ പോസ്റ്റ് ആയാലും ക്ലറിക്കൽ പോസ്റ്റ് ആയാലും ഹാവ് ടു ക്വാളിഫൈ ഇൻ ബോത്ത് ദ ടെസ്റ്റ് ബൈ സെക്യൂറിങ് മിനിമം കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടാവും, ഓരോ സെക്ഷനും കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫ് കിട്ടിയിരിക്കണം, എന്നാലേ മെയിൻ കാറ്റഗറിയിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഇനി മെയിൻ എക്സാമിനേഷൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ക്ലറിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ ക്ലർക്കിൻ്റെ, ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ, മൾട്ടിപർപ്പസിൻ്റെ നോക്കാം. ടെസ്റ്റുകളുടെ എണ്ണം കൂടി. നേരത്തെ 2 ഭാഗങ്ങളെ ഉണ്ടായിരുന്നു, ഇതിൽ സെക്ഷൻ കൂടിയിരിക്കുന്നത് നോക്കുക. റീസണിംഗ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത് 2 കൂടി ഒരാൾക്ക് ആവശ്യമില്ല. ഇംഗ്ലീഷ് എടുക്കുന്നവർക്ക് ഇംഗ്ലീഷാണ് പോകുന്നതെങ്കിൽ അത് ഇംഗ്ലീഷ് മാത്രം മതി. ഹിന്ദി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഹിന്ദി മാത്രം മതി. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് തന്നെ. അപ്പോൾ ഇതിൽ മാർക്കുകൾ വരുന്നത്. അതുപോലെ പിന്നെ ന്യൂമറിക്കൽ അബിലിറ്റി 40 ന്യൂമറിക്കൽ അബിലിറ്റി. അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ ഈ നക്ഷത്ര ചിഹ്നം കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിൽ ചോദ്യപേപ്പറുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ നക്ഷത്രം ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിൽ ബി സെറ്റ് ബോത്ത് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് മാത്രം മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക. റീസണിങ്ങിൽ 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇത് നോക്കണേ, 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ന്യൂമറിക്കൽ അബിലിറ്റിയിലും 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അപ്പം ന്യൂമറിക്കൽ അബിലിറ്റി അതുപോലെ തന്നെ, അതായത് ന്യൂമറിക്കൽ അബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണക്ക് അതുപോലെ തന്നെ റീസണിങ്, ഇതിന് 2നും 40 ചോദ്യങ്ങൾക്ക് 50 മാർക്കാണ്. ബാക്കിയുള്ള സെക്ഷൻ കമ്പ്യൂട്ടർ നോളജിൻ്റെ പ്രത്യേകത, ഇവിടെ 40 ചോദ്യത്തിന് 20 മാർക്കാണുള്ളത്. 20 മാർക്കാണ് 40 ചോദ്യത്തിന്. ഇവിടെ 40 ചോദ്യത്തിന് ഇവിടെ 40 ചോദ്യങ്ങൾക്ക് 10 മാർക്ക് വീതം കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെ 40 ചോദ്യത്തിന് 40-ന് പകരം 20 കൊടുത്തുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്നു മനസ്സിലാക്കി വെച്ചാൽ മതി. പരീക്ഷയുടെ സ്ട്രക്ചർ എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ജനറൽ അവയർനെസ് 40 ചോദ്യം 40 മാർക്ക്, ഇംഗ്ലീഷ് 40 ചോദ്യം 40 മാർക്ക്, ഹിന്ദി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആകെ 200 ചോദ്യങ്ങൾ, 200 മാർക്ക്, സമയം 2 മണിക്കൂർ. 200 ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കൂ. 5 സെക്ഷൻസ്, അതായത് 1, 2, 3, 4, 5, 40 ചോദ്യം വീതം 200 ചോദ്യങ്ങൾ. മാർക്കിൻ്റെ കേസിൽ 2 50 മാർക്ക്. ഇത് രണ്ടും ആകുമ്പം പിന്നെ 100 മാർക്ക്. പിന്നെ ഇത് ഒന്ന് എടുക്കണ്ട, ഹിന്ദിയുടെ നമുക്ക് എടുക്കണ്ട. അപ്പോൾ 100 മാർക്ക്, 50 100 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും റീസണിങ്ങിൻ്റെയും 50 100 മാർക്ക്. കമ്പ്യൂട്ടർ നോളജിൻ്റെ 20 മാർക്ക്, അപ്പോൾ 120 മാർക്ക്. പിന്നെ ജനറൽ അവയർനെസ്സിൻ്റെയും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെയും 40 മാർക്ക് വീതം 80 മാർക്ക്. അപ്പോൾ ടോട്ടൽ 200 മാർക്ക്. അങ്ങനെ 200 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്, 2 മണിക്കൂർ സമയം എന്നുള്ളതാണ് നമ്മളുടെ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ മാർക്ക് സ്ട്രക്ചർ, മെയിൻ പരീക്ഷയുടേത്. ഇനി ഓഫീസർ സ്കെയിൽ 1 ആണ് പിന്നെ നമ്മൾ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന പരീക്ഷ. അതിൻ്റേത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സ്ട്രക്ചർ, എക്സാമിനേഷൻ സ്ട്രക്ചറിൽ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനുണ്ടാവില്ല. പക്ഷേ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നതിലൊക്കെ കുറച്ചുകൂടി ഡെപ്ത്ത് ഇതിൽ തീർച്ചയായും പ്രതീക്ഷിക്കണം. റീസണിങ്ങിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 40 ചോദ്യങ്ങൾ 50 മാർക്കാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കൂ, ന്യൂമറിക്കൽ അബിലിറ്റിക്ക് പകരം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. 40 ചോദ്യങ്ങൾ 50 മാർക്ക്. അപ്പോൾ അവിടെ 100 മാർക്കിന് 80 ചോദ്യങ്ങൾ 100 മാർക്ക് എന്നുള്ള സെറ്റപ്പായി. പിന്നെ കമ്പ്യൂട്ടർ നോളജ് 40 ചോദ്യങ്ങൾക്ക് 20 മാർക്കാണ്. ജനറൽ അവയർനെസ് 40 ചോദ്യത്തിന് 40 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യത്തിന് 40 മാർക്ക്. ഹിന്ദി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നേരെ പറഞ്ഞു. അപ്പോൾ 200 ചോദ്യങ്ങൾ 200 മാർക്ക്, സമയം 2 മണിക്കൂർ തന്നെ. അപ്പോൾ എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1ൻ്റെയും എക്സാമിനേഷൻ സ്ട്രക്ചറൊക്കെ ഒന്ന് തന്നെയാണ്. സ്കീം ഓഫ് എക്സാമിനേഷൻ ഒന്ന് തന്നെയാണ്. പക്ഷേ അതിലെ കോണ്ടൻറ്റ് വൈസ്, അതിൻ്റെ ഡിമാൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്
ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് പ്രിപ്പറേഷൻ പ്രത്യേക ലെവലിൽ കൊണ്ടുപോകണം. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇപ്പോഴേ ഇട്ട് തരികയാണ്. മെയിൻ പരീക്ഷ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇത് ഏതായാലും, അതായത് ഇതിപ്പോൾ നമ്മൾ ഓഫീസർ സ്കെയിൽ 1ൻ്റെ മെയിൻ പരീക്ഷ എടുത്തു, ഇതിപ്പോൾ ക്ലറിക്കലിൻ്റെ മെയിൻ പരീക്ഷയാണ്. ഈ രണ്ട് പരീക്ഷകളിലും പ്രിലിംസിൽ ഇല്ലാതിരുന്ന സംഗതികൾ വരികയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വന്നു. അപ്പോൾ നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിലിംസ് പരീക്ഷയിൽ ഇംഗ്ലീഷ് ഇല്ലല്ലോ, അതുകൊണ്ട് ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യാതെ ഇംഗ്ലീഷിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോയി പ്രിലിംസ് പാസ്സാകുമെന്നുള്ള രീതിയിൽ വളരെ ഫോക്കസ്ഡായി എഫേർട്ട് എടുത്ത് റീസണിങ് അബിലിറ്റിയും ന്യൂമറിക്കൽ അബിലിറ്റിയും മാത്രം പഠിച്ചുകൊണ്ട് പോയാലുള്ള അപകടം ഇതിൻ്റെ മെയിൻ പരീക്ഷയിൽ തന്നെ തടഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ബാക്കി വരാൻ പോകുന്ന ബാങ്ക് പരീക്ഷകൾ IBPS PO, IBPS ക്ലറിക്കൽ, അതുപോലെ SBI ക്ലറിക്കൽ, SBI PO തുടങ്ങിയ പരീക്ഷകളിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമായ ഇംഗ്ലീഷിൽ നമുക്ക് അവഗാഹം നഷ്ടപ്പെട്ടു പോകും, പ്രാക്ടീസ് ഇല്ലാതെ പോകും. അതുകൊണ്ട് പ്രിപ്പറേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. IBPS RRB നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിച്ച് കഴിഞ്ഞാലും പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും മൊത്തത്തിൽ ബാങ്ക് പരീക്ഷകൾക്ക് വേണ്ടത് കൊണ്ടുപോകണം. RRBക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, RRB പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ഒഴിവാക്കിക്കൊണ്ട് പഠിക്കുന്നത് ഫൈനൽ റിസൾട്ട് നമുക്ക് അനുകൂലമാക്കണമെന്നുള്ള ആഗ്രഹത്തിന് തടസ്സമായി നിന്നേക്കാം. ഈ കാര്യമൊന്ന് എല്ലാവരും ഓർക്കുക. ഇനി നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് ഓഫീസർ സ്കെയിൽ 1 വരെയുള്ള സംഗതികളാണ്. ഇനി ഓഫീസർ സ്കെയിൽ 2, 3 തുടങ്ങിയവയുടെ ഡീറ്റെയിൽസ്, ഒരു സിംഗിൾ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് പല ജനറൽ ബാങ്കിങ് ഓഫീസറുടേതും സ്പെഷ്യലിസ്റ്റ് കേഡറിൻ്റെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാത് പോസ്റ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിച്ച് നോക്കണം. ഇതിൽ സ്ട്രക്ചറിൽ വലിയ വ്യത്യാസമില്ല, പക്ഷേ കോമ്പണൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനറൽ ബാങ്കിങ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിന് അപേക്ഷിക്കുന്നതിന് 2 മണിക്കൂർ 200 ചോദ്യങ്ങൾ 200 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് 40 ചോദ്യങ്ങൾക്ക് 50 മാർക്ക് ഉള്ളത്. നേരത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞതിന്. റീസണിങ്ങിൽ അതുപോലെ 40 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. കമ്പ്യൂട്ടർ നോളജ് 40 ക്വസ്റ്റ്യൻ 20 മാർക്ക്, വ്യത്യാസമില്ല. ഫിനാൻഷ്യൽ അവെയർനെസ് എന്ന് പറഞ്ഞൊരു ഭാഗം, അതായത് ജനറൽ അവെയർനെസ് 40 ചോദ്യം 40, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40. അപ്പോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ വലിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാനില്ല. ക്വസ്റ്റ്യൻ്റെ ഡെപ്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. 2 മണിക്കൂർ തന്നെയാണ് വരുന്നത്. പിന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് നോക്കുക. പ്രൊഫഷണൽ നോളേജ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് 40 ചോദ്യങ്ങൾ 40 മാർക്ക് വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മളുടെ മറ്റ് പരീക്ഷകളെ പോലെ തന്നെയാണുള്ളത്. റീസണിങ്ങിൽ 40 ചോദ്യം 40 മാർക്കേ ഉള്ളൂ. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യം 40 മാർക്കാണുള്ളത്. ഇതിന് കാരണം എന്താ വെച്ചാൽ, നേരത്തെ 40 ചോദ്യം 40 മാർക്ക് എന്നുള്ള രീതിയിൽ 40 ചോദ്യം 50 മാർക്ക് എന്ന് കൊടുത്തിരുന്നു, 10 മാർക്ക് വീതം എടുത്തു. അതുപോലെ തന്നെ ഇവിടെ കമ്പ്യൂട്ടർ നോളേജ് 40 ചോദ്യത്തിന് 20 മാർക്കേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് ഉള്ള 40 ചോദ്യത്തിനാണ് പുതിയൊരു ഭാഗം, അതായത് പ്രൊഫഷണൽ നോളേജ് എന്നുള്ളൊരു ഭാഗം 40 ചോദ്യം 40 മാർക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായും സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് സബ്ജക്റ്റാണോ, IT ഓഫീസറാണ് ITയുടെ സബ്ജക്റ്റ്, അതുപോലെ തന്നെ ലോ ഓഫീസറാണ് ലോയുടെ സബ്ജക്റ്റ്, അതിലുള്ള അവഗാഹം അളക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരുന്നത്. ഇതിൽ പറയുന്നൊരു കാര്യം 2 മണിക്കൂറും 30 മിനിറ്റുമാണ് സമയം എന്ന് പറയുന്നുണ്ട്. ഇതിൽ പിന്നെ അത് ഓരോ സെക്ഷനും വെവ്വേറെ കൊടുക്കുവാനുള്ള അധികാരം IBPSനുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഒന്നിച്ച് ഇത്ര 2 മണിക്കൂർ 2.5 മണിക്കൂറാണെന്നാണ് പറയുന്നത്. ഓഫീസർ സ്കെയിൽ 3യുടെ സ്ട്രക്ചർ നോക്കുക. ഇതിൽ പ്രത്യേകിച്ച് വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനില്ല. റീസണിങ്ങിൽ 40 ചോദ്യം 50 മാർക്ക്, കമ്പ്യൂട്ടർ നോളജിൽ 40 ചോദ്യം 20 മാർക്ക്, ഫിനാൻഷ്യൽ അവെയർനെസ് 40 ചോദ്യം 40 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് 40 ചോദ്യം 40 മാർക്ക്, ഹിന്ദി ലാംഗ്വേജ് നമ്മൾ പരിഗണിക്കേണ്ടതില്ല, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ 40 ചോദ്യം 50 മാർക്ക്. അതായത് നമ്മുടെ ഓഫീസേഴ്സിൻ്റെ അതേ സ്ട്രക്ചറിലാണ് ഇതിൽ വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് സെപ്പറേറ്റ് വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. 2 മണിക്കൂർ സമയമാണ്. ഹിന്ദിയുടെ കേസിൽ ഇവിടെ ഞാൻ നേരത്തെ ഡോട്ടിൻ്റെ ഇത് പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ക്യാൻ ഓപ്റ്റ് ഈതർ ഫോർ 4A-B, അതായത് 4A or 4B, ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്നാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഇംഗ്ലീഷാണ് എടുക്കുക, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദി കൺസിഡർ ചെയ്യേണ്ടതെന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശരിക്കും നോക്കുക. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏത് പരീക്ഷകളുടേതാണ്, അതായത് ഓഫീസർ സ്കെയിൽ 1ൻ്റെ മെയിൻ പരീക്ഷയാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് ക്ലറിക്കൽ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ പരീക്ഷയാണ്. സ്ട്രക്ചറിൽ വലിയ വ്യത്യാസം വരുന്നില്ല, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇതിലും ഓഫീസർ ഗ്രേഡ് 2 തുടങ്ങിയ സ്കെയിൽ 2 തുടങ്ങിയതിൻ്റെ വ്യത്യാസം ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നിടത്ത് മറ്റൊരിടത്ത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനോട് വരുന്നു എന്നുള്ളതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക.
പിന്നെ ക്ലറിക്കലും ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നിടത്ത് ഓഫീസറിൻ്റെ വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആവുന്നതുള്ളത് കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ, കുറച്ചുകൂടി ഒരു ഡെപ്തായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സാധാരണ ബാങ്ക് PO പരീക്ഷയ്ക്ക് ചോദിക്കും പോലെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ക്വസ്റ്റ്യൻസ് ഓഫീസർ പരീക്ഷയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ളതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ്റെ ഇത് പറഞ്ഞു, എക്സാമിനേഷൻ സ്ട്രക്ചർ പറഞ്ഞു. ഇനി ഈ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ എക്സാമിനേഷനിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ബാങ്കിങ് പരീക്ഷകളിൽ എല്ലാവർക്കും ബാധകമായ ഒരു സംഗതിയാണ് റോങ് ആൻസേഴ്സിനുള്ള പെനാൽറ്റി. സോ ദാറ്റ് ഈസ് ഹിയർ 1/4 or 0.25 of the marks assigned to that question will be deducted for every question that is wrong answer has been given by the candidate. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിച്ചാൽ ആ ചോദ്യത്തിന് എത്ര മാർക്കാണോ ഉള്ളത് അതിൻ്റെ 0.25 പാർട്ട് അല്ലെങ്കിൽ 1/4 നമുക്ക് മിസ്സാവും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് 0 ആവുന്നത് മാത്രമല്ല, നേരത്തെ നമ്മൾ അധ്വാനിച്ച് നേടിയെടുത്ത മാർക്കിൽ നിന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാർക്ക് പോകുന്നത്. അപ്പോൾ കുറേ തെറ്റുകൾ വരുമ്പം നമുക്ക് ഉള്ള മാർക്ക് താഴോട്ട് പോകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുന്ന രീതിയിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യക്ഷമത പുലർത്തേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞതാണെന്നാലും പറയാം, എങ്ങനെയാണ് ഇത് ആൾക്കാരെ നിയമിക്കുന്നത് എന്നുള്ളത്. നമ്മളുടെ മെയിൻ പരീക്ഷയുടെ ഓരോ സെക്ഷൻ കട്ട് ഓഫും ക്ലിയർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ആണ് ക്ലറിക്കൽ പരീക്ഷ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റ്, ഫൈനൽ ലിസ്റ്റ് ഇൻ ദ സെൻസ് അതൊരു ഫൈനൽ ലിസ്റ്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൊവിഷണലാണ് അലോട്ട്മെൻറ്റിനുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഓരോ സെക്ഷനും പാസ്സായി എന്നുള്ളത് കൊണ്ട് മാത്രം അസിസ്റ്റൻ്റ് ആവാനോ അല്ല ഓഫീസർ ആവാനുള്ളൊരു യോഗ്യതയായെന്ന് പറയാൻ പറ്റില്ല. മൊത്തത്തിലുള്ള മാർക്കിൻ്റെ ഒരു കട്ട് ഓഫും ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിലും നമ്പർ ഓഫ് വേക്കൻസിയൊക്കെ നോക്കിയിട്ട് മൊത്തം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കൂടി നിയമിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പ്രൊഫഷണലായിട്ടുള്ള അലോട്ട്മെൻറ്റിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ IBPS സജസ്റ്റ് ചെയ്യുള്ളൂ. അത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. Online, each candidate will be required to obtain a minimum score in each test online main examination to be considered to be shortlisted professional allotment എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് പറയാൻ കാരണം ഇതെന്താണ്, ഓഫീസ് അസിസ്റ്റൻ്റാണ്. അതേസമയത്ത് ഓഫീസറിൻ്റെ ഇതാവുമ്പോൾ അത് ഇൻ്റർവ്യൂവിനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. ഫോർ ഓഫീസർ സ്കെയിൽ 1 ഈച്ച് കാൻഡിഡേറ്റ് വിൽ ബി റിക്വയർഡ് ടു ഒബ്റ്റെയിൻ എ മിനിമം സ്കോർ ഇൻ ഈച്ച് ടെസ്റ്റ്. അതായത് നമ്മൾ കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനമാണ്. മിനിമം സ്കോർ എന്ന് പറയുന്നത് എന്താണ്, കട്ട് ഓഫാണ്. ഈ കട്ട് ഓഫ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. അതുപോലെ തന്നെ സിംഗിൾ എക്സാമിനേഷനുള്ള കേസിലും അതേ രീതിയിലാണ്. ആ ഒരു കട്ട് ഓഫ് മിനിമം സ്കോർ കിട്ടുന്ന ഓരോ ടെസ്റ്റിലും മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുള്ളൂ ഇൻ്റർവ്യൂവിന്. ഓഫീസേഴ്സിൻ്റെ കേസിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിനാണ് മെയിൻ എക്സാമിനേഷനിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് പ്രൊവിഷണൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, ഓർത്തോളണം. പിന്നെ ഇവിടെയാണ് നമ്മുടെ ടോട്ടൽ സ്കോറിനെ പറ്റിയുള്ള ഒരു സൂചന നൽകുന്നത്. മിയർലി പാസിംഗ് ഇൻ ഇൻഡിവിജ്വൽ ടെസ്റ്റ് മേ നോട്ട് ബി സഫിഷ്യൻറ്റ് ആസ് കാൻഡിഡേറ്റ് ഷുഡ് ഓൾസോ സ്കോർ സഫിഷ്യൻ്റ്ലി ഹൈ ഓൺ ടോട്ടൽ സ്കോർ. അപ്പോൾ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് എല്ലാം ക്ലിയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല. അത് അസിസ്റ്റൻറ്റ് പോസ്റ്റിനാണെങ്കിൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഓഫീസർ ലിസ്റ്റിലാണെങ്കിൽ ഇൻ്റർവ്യൂ ലിസ്റ്റിലേക്കോ കട്ട് ഓഫ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം പറ്റില്ല. പകരം ടോട്ടൽ സ്കോറും സഫിഷ്യൻ്റ്ലി ഹൈ ആയിരിക്കണം എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു മെയിൻ എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ എന്ന് സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രിലിംസിൽ സ്കോർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒന്നും ഓഫീസർ ജോലിയോ അല്ലെങ്കിൽ ക്ലറിക്കൽ ജോലിയോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ജോലിയോ ഒന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് മാർക്സ് ഒബ്റ്റെയിൻഡ് ഓൺലി ഇൻ ദ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിംഗ്. അതുപോലെ ഫോർ ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റ് മാർക്സ് ഒബ്റ്റെയിൻ ഓൺലി ഇൻ ദ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ ഇൻ്റർവ്യൂ. For the post of officer scale 2 journalist, scale specialist and scale 3 marks obtained in the single level online examination will be considered. അവിടെ ഒരൊറ്റ എക്സാമിനേഷൻ ഉള്ളൂ, പ്രിലിംസ് മെയിൻസ് ഒന്നുമില്ല. അതിൻ്റെ സ്കോർ വിൽ ബി കൺസിഡർഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ ഇൻ്റർവ്യൂ. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്ലറിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിന് ഇൻ്റർവ്യൂ ഇല്ല. പക്ഷേ മെയിൻ എക്സാമിനേഷൻ്റെ സ്കോർ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കും. പിന്നെ ആ റീജിയണൽ ലാംഗ്വേജിൻ്റെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടും.
ഓഫീസർ പോസ്റ്റിലാണെങ്കിൽ മെയിൻ എക്സാമിനേഷൻ്റെ സ്കോറിൻ്റെയും കട്ട് ഓഫിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇൻ്റർവ്യൂവിലും ക്ലിയർ ചെയ്യുന്നതിന് മുറയ്ക്ക് അവർക്ക് ഓഫീസറിൻ്റെ ആ അലോട്ട്മെൻറ്റ് ലിസ്റ്റിലേക്ക് വരാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷനിൽ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറേ ഭാഗങ്ങളാണുള്ളത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സൊക്കെ നമ്മൾക്ക് അവൈലബിൾ ആണ്, ഏറ്റവും അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. ആ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ ഇൻ്റർവ്യൂവിനെ പറ്റിയുള്ള ചെറിയൊരു സംഗതിയുണ്ട്. ഇൻ്റർവ്യൂ വരുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് പോസ്റ്റിന് ഇൻ്റർവ്യൂ ഇല്ല, ഓഫീസർ പോസ്റ്റിനാണ് ഇൻ്റർവ്യൂ ഉള്ളത്. അത് വിവിധ സെൻറ്ററുകളിൽ സെലക്ട് ചെയ്ത നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ സെൻറ്ററിൽ ഇൻ്റർവ്യൂ ഉണ്ടാവണമെന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ ഷോർട്ട് ലിസ്റ്റഡ് ഇൻ ദ മെയിൻ എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ സ്കെയിൽ 1 ഇൻ ദ സിംഗിൾ ലെവൽ എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് scale 2 and 3 under CRP RRB will be subsequently called for in interview. അതായത് നമ്മൾ ഓഫീസർ സ്കെയിൽ 1-ൻ്റേതായാലും 2, 3 ആയാലും മെയിൻ എക്സാമിനേഷൻ്റെയോ അല്ലെങ്കിൽ സിംഗിൾ എക്സാമിനേഷൻ്റെയോ ഏത് അടിസ്ഥാനത്തിലാണോ ഇൻ്റർവ്യൂ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും കൂടി അവരെ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യും. To be coordinated by the nodal regional rural bank with the assistance of NABARD and IBPS in consultation with appropriate authority എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നടത്തുക എന്നുള്ളതിനെ പറ്റിയ സൂചനയാണ്. Interviews will be conducted at select centers. The center address of the venue, time, date, interview will be informed to the shortlisted candidate in the call letter. അപ്പോൾ ആ കോൾ ലെറ്ററിലാണ് എവിടെ വെച്ചാണെന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ കോൾ ലെറ്റേഴ്സും നിങ്ങളുടെ ഈ സൈറ്റ് എല്ലാവരും www.ibps.in എന്ന സൈറ്റിലെ ഫ്രീക്വൻറ്റ് വിസിറ്റേഴ്സ് ആവുക. ഇതിന് അപേക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ പോകുക. ഇനിയിപ്പം പ്രത്യേകിച്ചും ബാങ്ക് പരീക്ഷ ടാർഗറ്റ് ചെയ്യുന്നവർ IBPSൻ്റെ സൈറ്റിൽ ഇടയ്ക്കൊന്ന് പോകണം. കാരണം നോട്ടിഫിക്കേഷൻ ഇനിയും എക്സ്പെക്റ്റഡ് ആണ്. ഇതുമായിട്ട് എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത്. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ നോക്കാം. ടോട്ടൽ മാർക്സ് അലോട്ടഡ് നമുക്ക് ഇൻ്റർവ്യൂ മാർക്കും സാധനങ്ങളും ഒന്ന് നോക്കാം കേട്ടോ. അതിൽ മാർക്ക് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കാവുന്നതാണ്. ടോട്ടൽ മാർക്സ് അലോട്ടഡ് ഫോർ ഇൻ്റർവ്യൂ 100. മിനിമം ക്വാളിഫയിങ് ഇൻ്റർവ്യൂ നോട്ട് ലെസ് ദാൻ 40. പിന്നെ റിസർവേഷനുള്ള കമ്മ്യൂണിറ്റികൾക്കൊക്കെ SC, ST, OBC അങ്ങനെയുള്ളവർക്ക് 35% മാർക്ക് മിനിമമാണ് ഇൻ്റർവ്യൂവിൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ റിലേറ്റീവ് വെയിറ്റേജ് റേഷ്യോ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഇൻ്റർവ്യൂ, അതായത് ഓൺലൈൻ മെയിൻ എക്സാമിനേഷനും അല്ലെങ്കിൽ സിംഗിൾ ലെവൽ എക്സാമിനേഷനും ഇൻ്റർവ്യൂവിൻ്റെയും സ്കോറുകൾ തമ്മിലുള്ള അംശബന്ധം 80:20. അതായത് റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെയിൻ എക്സാമിനേഷൻ കിട്ടുന്നതിന് മാർക്ക് 80%, ഇൻ്റർവ്യൂവിൽ കിട്ടുന്നത് 20% ആക്കി എടുത്തുകൊണ്ടാണ് ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. കമ്പൈൻഡ് ഫൈനൽ സ്കോർ ഓഫ് കാൻഡിഡേറ്റ് ഷാൽ ബി അറൈവ്ഡ് അറ്റ് on the basis of scores obtained by the candidates in the online main examination for the post of officer scale 1 and in single level examination for the post of officer scale 2 and 3 under CRPF RRBs and the interview. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് മൊത്തം സ്കോറിൻ്റെ 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മെയിൻ എക്സാമിനേഷനിലെ അല്ലെങ്കിൽ സിംഗിൾ ലെവൽ എക്സാമിനേഷൻ്റെ സ്കോറിൽ നിന്നായിരിക്കും. അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ സ്കോറിൽ നിന്ന് ഈ സ്കോറിൻ്റെ 20% ഉണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഫൈനലി മാർക്ക് അറൈവ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് candidates should qualify both in the online examination and in common interview and sufficiently high in the merit to be shortlisted for subsequent provisional allotment process എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടമ്പകൾ നോക്കുക. ക്ലറിക്കൽ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പോസ്റ്റിന് പ്രിലിംസ് എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും പിന്നെ റീജിയണൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസിയുടെ ഒരു ടെസ്റ്റും, അതുപോലെ ഓഫീസർ ഗ്രേഡിന് സ്കെയിൽ 1-ലാണെങ്കിൽ ഓഫീസർ ജനറൽ ഡ്യൂട്ടി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ പ്രിലിംസ് എക്സാമിനേഷൻ, മെയിൻ എക്സാമിനേഷൻ, പിന്നെ ഒരു ഇൻ്റർവ്യൂ. ഇത്രയും കടമ്പകൾ കടന്നാലാണ് സാധാരണ രീതിയിൽ ജോലി കിട്ടുക. അതിനു വേണ്ടിയിട്ട് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്. അതെന്താ വെച്ചാൽ ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണ് നമ്മൾ ഈ അവകാശവാദങ്ങളൊക്കെ തെളിയിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുള്ളത്. ക്വാളിഫിക്കേഷൻ്റെ കാര്യവും അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏത് ഡേറ്റിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. വൈൽ അപ്പിയറിംഗ് ഫോർ ദ ഇൻ്റർവ്യൂ ദ കാൻഡിഡേറ്റ് ഷുഡ് പ്രൊഡ്യൂസ് വാലിഡ് പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സംഗതികൾ നമ്മൾ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ചോദിക്കുന്നുണ്ട്. അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഏജ്, OBC സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ
നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പം ഞാൻ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതായത് ഇൻ്റർവ്യൂ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നോക്കുക. ഇതിൽ രണ്ടാമത്തേതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആദ്യം ക്ഷണിക്കുക. എന്താണ്? വാലിഡ് സിസ്റ്റം ജനറേറ്റഡ് പ്രിൻ്റ് ഔട്ട് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റേർഡ് ഫോർ CRP RRBS 13. അതായത് നിങ്ങളിപ്പോൾ അപേക്ഷിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് പ്രിൻ്റ് ഔട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ലിസ്റ്റിലെ രണ്ടാമതായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ മറന്നു പോകരുത്. അപ്പോൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു PDF നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫോൾഡറിൽ അല്ലെങ്കിൽ മെയിലിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് മിസ്സായി പോവുക അഥവാ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ IBPS വീണ്ടും അവസരം തന്നിട്ടില്ലെങ്കിൽ അതില്ലാതെ ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോവുക എന്നുള്ളത് വെറുതെ ഉണ്ടാക്കിയെടുക്കേണ്ട. ഇപ്പോഴത് പിന്നെ എന്തൊക്കെ ഡോക്യുമെൻ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രിൻ്റ് ഔട്ട് ഓഫ് വാലിഡ് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ, സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ ഫോം, പിന്നെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ, എന്താണോ നിങ്ങളെ ഏജ് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ആ ഡോക്യുമെൻ്റ് പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് SSLC ഒക്കെ പറ്റും, അതുകൊണ്ട് വറീഡ് ആവേണ്ടതില്ല. ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രൂഫ് ഓഫ് കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത്? മാർക്ക് ഷീറ്റ് ഓർ സർട്ടിഫിക്കറ്റ്സ് ഫോർ ഗ്രാജുവേഷൻ ഓർ ഇക്വലൻ, ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ അവകാശവാദം ഉന്നയിച്ച് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ പാസ്സായിട്ടുണ്ടോ ആ ഡേറ്റിൽ പാസ്സായിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഡോക്യുമെൻ്റ് അവിടെ ആവശ്യം വരും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ദ റെസ്പെക്റ്റീവ് പോസ്റ്റ് എക്സെട്ര. പ്രോപ്പർ ഡോക്യുമെൻറ്റ് ഫ്രം ബോർഡ് യൂണിവേഴ്സിറ്റി ഫോർ ഹാവിംഗ് ഡിക്ലെയർഡ് റിസൾട്ട് ഓൺ ഓർ ബിഫോർ. ശ്രദ്ധിച്ചുകൊള്ളുക, ഈ ഡേറ്റിന് മുമ്പ് റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ഡോക്യുമെൻ്റ് അന്ന് ആവശ്യമുണ്ടാകും. എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് ക്വാളിഫൈഡ് ആണോ എന്ന് IBPS വിലയിരുത്തുന്നത് ഈ ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ്. 27/6/2024 ആകുമ്പോഴേക്കും, അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷനാണ് ഈ ഡേറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ക്വാളിഫൈഡ് ആയിരുന്നു, നിങ്ങളുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർട്ടിഫിക്കറ്റ് ആവശ്യം വരും, മറന്നു പോകേണ്ട. പിന്നെ എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യുന്നവർക്ക് അവസാനത്തെ 2-3 പോസ്റ്റുകളിൽ പറഞ്ഞല്ലോ, അതുള്ളവർക്ക് ആ എക്സ്പീരിയൻസും അതും ഈ ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റ് ഇതാണ് എക്സ്പീരിയൻസിൻ്റെയൊക്കെ, ആ ഡേറ്റിനുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് വേണം. അതൊക്കെ ഇപ്പോഴേ റെഡിയാക്കി വെക്കാം അങ്ങനെയുള്ളവർക്ക്. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കോമ്പീറ്റൻ്റ് അതോറിറ്റി, അത് റിസർവേഷനും ഏജ് റിലാക്സേഷനും ഒക്കെ ഉള്ള ടീമിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് തീർച്ചയായിട്ടും വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട OBC-കാരോട് നോൺ ക്രീമി ലെയറിലുള്ള ആൾക്കാർക്കാണ് ആനുകൂല്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു OBC കാറ്റഗറി but coming under creamy layer and or if their caste does not find place in the central list are not entitled to OBC reservation. അപ്പോൾ നോൺ ക്രീമി ലെയറിൽ പെടാത്ത ദോസ് കമ്മിങ് ഇൻ ക്രീമി ലെയർ പറഞ്ഞാൽ ദോസ് നോട്ട് ബിലോങ്ങിങ് ടു ക്രീമി ലെയർ, നോൺ ക്രീമി ലെയർ ആണ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരൊന്നും ഇതിന് പരിഗണിക്കില്ല എന്ന് പറയുന്നു. ദേ ഷുഡ് ഇൻഡിക്കേറ്റ് ദെയർ കാറ്റഗറി ആസ് ജനറൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടില്ലെങ്കിൽ നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷിക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ OBC-യിലും പരിഗണിക്കില്ല, ജനറലും പരിഗണിക്കില്ല. അതായത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലേക്ക് മാറും. പിന്നെ ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ വൺ ഓഫ് ദ അതോറിറ്റീസ് ആസ് നോട്ടിഫൈഡ് ഗവൺമെൻറ് ഇൻ ദ കേസ് ഓഫ് ഇക്കണോമിക്കലി വീക്കർ സെഷൻസിന് ഉള്ള റിസർവേഷൻ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അതിനാവശ്യമായ സർട്ടിഫിക്കേഷൻ കൊണ്ടുവരണം. അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളണം, നിങ്ങളൊരു കാറ്റഗറി ആണ് എന്ന് IBPS-നോട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് പോവുകയും അതാണെന്ന് തെളിയിക്കാൻ പരാജയപ്പെടുകയും ചെയ്താൽ എന്ത് സംഭവിക്കില്ല? പിന്നീട് നമുക്ക് ജനറൽ കാറ്റഗറിയിൽ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പിന്നെ വൈകല്യമുള്ള ആൾക്കാർ, അംഗവൈകല്യം ആൾക്കാർ ഡിസാബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രിസ്ക്രൈബ്ഡ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഉള്ളത് വേണം. പിന്നെ ബാക്കിയുള്ള ഓരോ പ്രത്യേക ഡിസേബിലിറ്റിയും പ്രത്യേക സ്പെഷ്യൽ റിസർവേഷൻസോ എന്തെങ്കിലുമുള്ള ആൾക്കാർക്ക് അതാത് സർട്ടിഫിക്കറ്റുകൾക്ക് വേണമെന്നാണ് പറയുന്നത്. ഡിഫൻസ് സർവീസിലൊക്കെ ഉള്ള ആൾക്കാരുടെ, നിങ്ങൾ ഡിഫൻസ് സർവീസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷനിൽ ഈ സെക്ഷനിൽ ഒന്ന് വായിക്കണം. ആ പ്രത്യേക നിങ്ങളെ ബാധിക്കുന്ന ഭാഗങ്ങൾ ചെന്നിട്ട് വായിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്മളൊരുവിധം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു, പ്രധാനപ്പെട്ട സംഗതികളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞു. പരീക്ഷകളെ പറ്റിയുള്ള കട്ട് ഓഫ് അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻ്റർവ്യൂ, ഓപ്ഷണൽ അലോട്ട്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി നമുക്ക്
ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ളത് വേക്കൻസിയെ പറ്റിയാണ്. വേക്കൻസി ഇത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ, അതായത് ക്ലറിക്കൽ വേക്കൻസീസ് വിവിധ സ്ഥലങ്ങളിലുള്ള വേക്കൻസികളാണ് കാണുന്നത്. അതിൽ വിവിധ സ്ഥലങ്ങളിലുള്ള വേക്കൻസികൾ കാണുന്നതിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള സംഗതി നോക്കാം. നമുക്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്. ഇവിടെ നോക്കുക, കേരള ഗ്രാമീൺ ബാങ്ക് SC 10, ST 1, OBC നോൺ ക്രീമി ലെയർ 27, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് 10, ജനറൽ 52. അങ്ങനെ ആകെ 100 വേക്കൻസീസാണുള്ളത്. ഓക്കെ, 100 വേക്കൻസീസ്. ആ 100 വേക്കൻസിയിൽ പിന്നെ ഇതിൽ ഓരോ കാറ്റഗറിയിലും പെടുന്ന ഇതിൽ മൊത്തത്തിലുള്ളതിൽ അംഗവൈകല്യം ചെന്ന ആൾക്കാർക്കും മറ്റുള്ള വേക്കൻസീസ് സെപ്പറേറ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ടോട്ടൽ വേക്കൻസിയിലേക്ക് നോക്കുക. അപ്പോൾ കേരളത്തിലെ ഗ്രാമീൺ ബാങ്കിൽ RRBയിൽ ആകെ വേക്കൻസീസ് 100 ജനറൽ കാൻഡിഡേറ്റിന് 52 വേക്കൻസീസ് ഉണ്ട്. OBCക്ക് 27 റിസർവ്ഡ് ആണ്, SCക്ക് 10, അതുപോലെ തന്നെ STക്ക് 1, EWSന് 10 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് മാറിക്കൊടുക്കുക എന്നുള്ള ഒരു സംഗതിയുണ്ട്. അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് അല്ല ഇത്തവണയുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ കർണാടകയിൽ 2 റീജിയണൽ റൂറൽ ബാങ്കുകളിലായിട്ട് 100 200 വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ഏതെങ്കിലും ഒരു റീജിയനാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ കേരളത്തേക്കാൾ കൂടുതൽ വേക്കൻസി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അടുത്തുള്ളത് കർണാടക, പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് തമിഴ്നാട് ആണ്. തമിഴ്നാടിൻ്റെ നോക്കാം നമുക്ക്. തമിഴ്നാട് സാധാരണഗതിയിൽ കൊടുക്കുന്നതാണ്. തമിഴ്നാടിന് ടോട്ടൽ വരുന്നത് എന്ന് പറഞ്ഞാൽ 182 182 ആണ് തമിഴ്നാട് കാണുന്നത് അല്ലേ. തമിഴ്നാട് ഗ്രാമീൺ ബാങ്കിൽ തമിഴ്നാട് 377 വേക്കൻസീസ് ഉണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് തമിഴ്നാട്ടിൽ വേക്കൻസീസ് തവണ നമ്മളെക്കാളും കൂടുതലുണ്ട്. 377 വേക്കൻസീസ് ഉണ്ട്. ജനറൽ തന്നെ 182 കാണുന്നുണ്ട് ക്ലറിക്കലിൽ. പക്ഷേ റീജിയണൽ ലാംഗ്വേജിലെ പ്രൊവിഷൻസി ടെസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് അത് റെഡിയാക്കിക്കൊണ്ടല്ലാതെ അതിന് അപേക്ഷിക്കാൻ പോകരുത് എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ കേരളത്തിൻ്റെ കർണാടകയിൽ അധികം കൂടുതലില്ല. അവിടെയും അപേക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഓഫീസർ സ്കെയിൽ 1ൻ്റെ വേക്കൻസി ഒന്ന് പെട്ടെന്ന് നോക്കാം. കർണാടക വേക്കൻസികൾ കേരളത്തിൽ എത്രയുണ്ട്, കർണാടകത്തിൽ എത്രയുണ്ട്, തമിഴ്നാട്ടിൽ എത്രയുണ്ട് നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ SC 29, ST 14, OBC 53, EWS അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് 19, ജനറൽ 80, ആകെ 195 വേക്കൻസീസ് ഓഫീസർ ഗ്രേഡിലുണ്ട്. ക്ലറിക്കലിൽ 100 വേക്കൻസി നമ്മൾ നേരത്തെ കണ്ടു. കർണാടകയിൽ ഇത് അധികമൊന്നുമില്ല. 2 ഗ്രാമീൺ ബാങ്കിലായിട്ട് ഒന്നിൽ 286 മറ്റേൽ 100 വലിയ റിലേറ്റീവ്ലി ഒരുപാട് ജമ്പിങ് ഇല്ല രണ്ടെണ്ണത്തിലായിട്ട്. തമിഴ്നാട്ടിൽ എത്ര കൂടുതലുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. തമിഴ്നാട്ടിൻ്റെ കേസിൽ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു വലിയ കൂടുതൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ തമിഴ്നാട് 16, 8, 29, 5, 52, 110 ഉള്ളൂ. അപ്പോൾ നമ്മൾ 195 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്കാണ് തമിഴ്നാടിനേക്കാളും കൂടുതലുള്ളത്. എന്നാൽ ക്ലറിക്കലിന് കുറച്ച് കൂടുതൽ വേക്കൻസി തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിലുണ്ടാവുക എവിടെ അപേക്ഷിക്കണം എന്നുള്ളതായിരിക്കും. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഭാഗമായി കേരളത്തിനെ സെർവ് ചെയ്തുകൊണ്ട് കേരളത്തിൽ തന്നെ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആ കോമ്പറ്റീഷൻ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ അപേക്ഷിക്കാം. അതല്ല, കുറച്ച് കൂടുതൽ വേക്കൻസി ഉള്ളൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ തമിഴ്നാട് ഒരുപക്ഷെ ഒരു ഓപ്ഷനാണ്. ക്ലറിക്കൽ പരീക്ഷകൾക്ക് ഒരു ഓപ്ഷനാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് യുക്തമായൊരു തീരുമാനം വേണം എടുക്കുക. മത്സരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഒരു സംഗതി മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. വേക്കൻസി ഓഫീസർ സ്കെയിൽ 2 അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഇപ്പം വേക്കൻസി ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. വേക്കൻസി നമ്പർ താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും NR എന്ന് കണ്ടു കഴിഞ്ഞാൽ
ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരർത്ഥം ഇല്ല, ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2024-25 ബാങ്കിങ് മേഖലയിലെ തൊഴിലന്വേഷകരുടെ സുവർണ്ണ കാലഘട്ടമാണ് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് IBPS RRBയുടെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനെ ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. നിങ്ങളും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള റീജിയൻ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ റീജിയനിലുള്ള ഈ പോസ്റ്റുകളിൽ അപേക്ഷിക്കുക. അത് അസിസ്റ്റൻറ്റ് പോസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓഫീസർ പോസ്റ്റും. വേക്കൻസികളുടെ എണ്ണവും പിന്നെ എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടും എനിക്ക് തോന്നുന്നത് ഓഫീസർ ലെവൽ 1 അല്ലെങ്കിൽ സ്കെയിൽ 1 തന്നെയായിരിക്കും നമുക്ക് അപേക്ഷിക്കാൻ ഏറ്റവും നല്ലത് എന്നാണ്. എന്നിട്ട് പ്രിപ്പറേഷൻ ശരിയായ ഡയറക്ഷനിൽ, ശരിയായ വിന്നിങ് സ്ട്രാറ്റജിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പലപ്പോഴും വളരെയധികം ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ രീതികൾ ഈ സീസണിലുണ്ടാകുന്ന ഒരുപാട് വേക്കൻസികൾ ഒന്നിച്ച് പിടിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ മാറ്റിക്കളയാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിൻ്റെ പ്രിലിംസ്, അതായത് IBPS RRBയുടെ പ്രിലിംസിൽ ഇംഗ്ലീഷ് ഭാഗം ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ പ്രിലിംസ് പാസ്സാവുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വെച്ച് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കണക്കും മാത്രം പഠിച്ച് ആ പ്രിലിംസ് അങ്ങ് ക്ലിയർ ചെയ്ത് കിട്ടിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു പ്രശ്നം എന്താ, ഏറിപ്പോയാൽ പ്രിലിംസിലൊരു വിജയം നമ്മളുടെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ ഫൈനൽ വിക്ടറിയിലേക്ക് എത്തുവാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കണം. കാരണം ഈ പരീക്ഷയുടെ പോലും മെയിൻ പരീക്ഷയിലേക്ക് എത്തുമ്പോൾ, അതായത് ഇപ്പോൾ RRBയിൽ നമ്മൾ അപേക്ഷിക്കുന്ന പോസ്റ്റുകളുടെ പോലും മെയിൻ പരീക്ഷയിലേക്ക് എത്തുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വരുന്നു. പിന്നെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകളിൽ IBPSൻ്റെ PO, അതുപോലെ തന്നെ ക്ലറിക്കൽ നോട്ടിഫിക്കേഷനുണ്ട്, അതുപോലെ SBIയുടെ ക്ലറിക്കലും SBI PO ഒക്കെ വരാനുണ്ട്. ഇതിലെല്ലാം തന്നെ ഇംഗ്ലീഷ് ഉണ്ടെന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് ഒരു ഡിസൈസീവ് സബ്ജക്റ്റാണ്. നിങ്ങൾ ഏത് റാങ്കിലേക്ക് വരുന്നു, എത്ര പെട്ടെന്ന് ജോലി കിട്ടുന്നു, ഏത് ബാങ്കിൽ കിട്ടുന്നു, എത്ര ഉയരത്തിൽ വിജയിക്കുന്നു, എത്ര ആധികാരികമായി വിജയിക്കുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി ഇംഗ്ലീഷിൻ്റെ ഭാഗത്തിനുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട്, ബൈപ്പാസ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷനൊന്നും ചെയ്തു കളയരുത്. നിങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോകുക. നല്ലൊരു വിന്നിങ് സ്ട്രാറ്റജി ആവശ്യമാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. വിജയിക്കുമെന്നുള്ളൊരു തോന്നലും, വിജയിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു ഡിറ്റർമിനേഷനും, ഒരിക്കലും മാറിപ്പോകാതെ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ഫോക്കസും ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കാവുന്ന വിജയങ്ങളുടെ ശ്രേണിയിൽ ആദ്യത്തേതാണ് IBPS RRB വിജയം. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ വിജയാശംസകളും.